ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് നീർദോശയാണ്. നീർദോശ ഇന്നലെ നീർദോശ ഉണ്ടാക്കിയത്, ഇന്നും അത് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം വേണ്ട നീർദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല സോഫ്റ്റും നല്ല അധികം കട്ടിയൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയേക്കുക. പിന്നെ ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. നീർദോശയെന്ന് പറഞ്ഞാൽ തീരെ കട്ടിയില്ലാതെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കണമെന്ന് അച്ചാച്ചനൊക്കെയാണ് ഒരു ശകലം കട്ടിയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ഒരു ഇഷ്ടം തോന്നുന്നത്. ഞാൻ കട്ടിയേ ഇല്ല, നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ അതിൻ്റെ ലൂസിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. തീർന്നു കേട്ടോ. ലാസ്റ്റാണ് എണ്ണ വീഴുന്നുണ്ടോ. ലാസ്റ്റ് ഞാൻ ചരുവും എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുക കണ്ടോ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റായിരുന്നു. ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി ഉണ്ട്. ഇതിപ്പം പിന്നെ അച്ചാച്ചനൊരു 3 എണ്ണമൊക്കെ തിന്നും, ഞാനും ഒരു 3-4 തിന്നും. തിന്നു കഴിഞ്ഞാൽ ബാക്കിയും കാണും. അതെടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അജുമോന് വൈകിട്ട് എന്തെങ്കിലും ഒന്ന് ഇത് മതിയെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് വേണമെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് വേണമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞു. പിന്നെ അജുവിന് രാവിലെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ തേങ്ങാ ചമ്മന്തിയും പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. പിന്നെ ഇതും ആയിരുന്നു. പിന്നെ ഇന്നെനിക്ക് തീരെ സുഖമില്ല, ഒട്ടും വയ്യ. വയറിനകത്തെല്ലാം ഭയങ്കര വേദനയാണ്. രാത്രിയിലും എല്ലാം ഭയങ്കര വേദനയായിരുന്നു. അജുമോൻ തിന്നാൻ കൊടുത്ത അജുമോൻ ആകെ 1 തിന്നുള്ളൂ. 3 എണ്ണം കൊടുത്തതായിരുന്നു. ഒരെണ്ണം തിന്ന് മതിയെന്നും പറഞ്ഞ് പോയി. പിന്നെ നമ്മുടെ ചക്ക ഇതാണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ അതൊന്നും ചെയ്തില്ല, എല്ലാം റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജിലങ്ങ് വെച്ചിരുന്നു. ഇപ്പം ഞാനതെടുത്ത് വെളിയിൽ വെച്ച് നമുക്ക് ഇതൊന്ന് പിന്നെ വറക്കാൻ. ഇത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിത് വറക്കണമെന്നുള്ള ഒരു മനസ്സിനകത്ത് ഒരാഗ്രഹം. അത് വറക്കണം, അല്ലേ പിന്നെ വേറൊന്ന് പറിച്ചിട്ട് നമുക്ക് പിന്നെ വൈകിട്ട് അജുമോൻ വരുമ്പോഴത്തേക്കൊന്ന് വേവിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പതുക്കെ ഇറങ്ങിപ്പോയി ഒരെണ്ണം പറിച്ചുകൊണ്ട് നമ്മുടെ അയ്യത്തുനിന്ന് ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഇവിടെ പിന്നെ ചക്കക്കുരു ഇവിടെ ചക്കക്കുരു ഇരിക്കുന്നുണ്ട്. ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുണ്ടാക്കുന്ന രീതി പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന രീതി വേറെ വേറെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അയ്യോ, എൻ്റെ ദോശ നോക്കട്ടെ കരിഞ്ഞോ എന്ന്. അത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ പോലും ഓഫാക്കിയില്ലായിരുന്നു, അതെടുത്തതായിരുന്നു. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കട്ടെ ഇനി. പിന്നെ അതുകൊണ്ടാണെങ്കിൽ ഞാനിന്ന് അജുമോന് ചോറ് കൊടുത്തരുന്ന് ഞാൻ പിന്നെ അരി അടപ്പയിലിടും. എനിക്ക് വയ്യായിരുന്നു. ഇന്നലത്തെ ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റിയെ കൊടുത്ത് വിട്ടേക്കുന്നു. ഇന്ന് അജുമോന് തിളപ്പിച്ചൂറ്റിയെടുത്തു. അങ്ങനെ ചെയ്ത് എനിക്ക് ഒരു ശകലം പോലും എനിക്ക് വയ്യായിരുന്നു. മുട്ടയും പൊരിച്ച് ചമ്മന്തി അരച്ച് പിന്നെ കൊടുത്തു വിട്ടു. ഇത് ഞാനിങ്ങനെ കൈയും വെച്ചിങ്ങനെ അമർത്തി വെക്കുക കേട്ടോ അകത്തോട്ട്. അന്നേരം ഇതിങ്ങനെ ചൂടോട് അങ്ങിരുന്നോളും. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം. എലിക്ക് വേണ്ടിയിട്ട് എലിപ്പെട്ടിയെല്ലാം കൊണ്ടുവന്ന് വെച്ചു. എലിപ്പെട്ടി കൊണ്ടുവച്ചെങ്കിലും പിന്നെ ഒന്നും ഇതായില്ല. എലിക്ക് അതിനകത്ത് നമ്മളൊന്ന് വെച്ചത് നല്ല പഴുത്ത പേരയ്ക്കയായിരുന്നു. പേരയ്ക്കയൊക്കെ പുള്ളിക്കാരൻ തിന്നിട്ട് അങ്ങ് പോയി. പിന്നെ വലിയതാണ് ഇനി പിടിക്കാനുള്ള എലി. പിന്നെ ഇന്നലെ രാത്രി ഇരുന്ന് ചക്കച്ചവണിയെല്ലാം കണ്ടോ. ചക്കച്ചവണിയെല്ലാം ഞാനിങ്ങനെ പിന്നെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുക. ആടിന് കൊടുക്കാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചക്കയുടെ മടലും എല്ലാം കൂടെ നമ്മളിങ്ങനെ വെട്ടി തുണ്ടമായിട്ട് എടുക്കുമ്പോഴേ അതിങ്ങനെ ചെറുതായിട്ട് കുരുകുരാന്നരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിന്നാൻ നല്ലതാണ്. അങ്ങനെ കൊടുക്കാനായിട്ട് അതെടുത്തിങ്ങനെ വെച്ചേക്കുന്നു. എന്നെ കാണാമല്ലോ. ഞാൻ മുറ്റത്ത് വന്ന് നിൽക്കുക. ഇന്നൊട്ടും സുഖമില്ല, ഒരു ശകലം പോലും വയ്യ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലയോ? എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. വയറ്റിനകത്ത് വേദന, ഉറക്ക കാര്യം പറയുക, ഉറക്ക അലയ്ക്കുകയും ചെയ്യുന്നു. ഒന്നാമത് അച്ചാച്ചന് ചെവി കേൾക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് അലയ്ക്കണം, എന്നാലേ കേൾക്കത്തുള്ളൂ. ഉറക്ക കിടന്ന് അലയ്ക്കണം. ഇപ്പം പതുക്കെ കാര്യം പറയാൻ അറിയത്തതുമില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉറക്കെ അലയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അജുമോൻ്റെ പിന്നെ കുറച്ച് കൃഷികളൊക്കെ നമുക്ക് കാണാം. പുറവശത്ത് നട്ടേക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാവേ.
കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ചേ ഉള്ളൂ ഇഞ്ചിയൊക്കെ. ഇഞ്ചി നട്ടിട്ടൊന്നും ഇഞ്ചി നമ്മൾ പോയിട്ട് വിപണിയിൽ നിന്ന് അജുമോ മേടിച്ചുകൊണ്ട് വന്ന് കിലോയ്ക്ക് 300 രൂപ കൊടുത്ത് ഒറ്റ ഒരെണ്ണം പോലും അതിലെ ഉണ്ടായില്ല, എല്ലാം പോയായിരുന്നു. ഇത് വേറെയാണ്. നമുക്ക് കണ്ടത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇഞ്ചിയൊക്കെ. ഈ ഒരു നമ്മളിവിടെ പറമ്പിന് അയ്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു അയ്യം, ഈ ഒരു തുണ്ട് മൊത്തം പുറവശത്തെ മുറ്റത്തിൻ്റെ ഇവിടെയാണ് ഇത്. നമ്മുടെ റംബുട്ടാനും എല്ലാം നിൽക്കുന്നത്. നമ്മുടെ റംബുട്ടാനൊക്കെ വേണ്ട നിൽക്കുന്നു, നിറച്ച് കായുണ്ട്. ഇതായത് നല്ല മധുരമുള്ള റംബുട്ടാന്. പെരയുടെ മണ്ടയ്ക്കോട്ടൊക്കെ കിടക്കുന്നതൊക്കെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. എന്നാലും ഇതിൻ്റെ അത് അങ്ങനെ അങ്ങ് നിർത്തിയേക്കോ എന്നും പറയും അത് വെട്ടണമെന്ന്. പക്ഷേ മനസ്സ് വരത്തില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പാട്. കുറച്ച് ചേമ്പൊക്കെയാണ് നട്ടേക്കുന്നത്. ഇതിനൊക്കെ മണ്ണൊക്കെ കൂട്ടാറായി വരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം. ഇതൊക്കെ കണ്ടോ. ഇത് നമ്മുടെ കോവൽ. ഇതേക്കൂടെ ഇത് നമ്മുടെ ഒരു ജാതിമരമാണ്. ഈ ജാതിമരത്തേക്കൂടെ ഒരു കോവൽ പടർന്ന് കയറി പോയിട്ടുണ്ട്. ഒരു കുമ്പളവും കൂടെ അതേക്കൂടെ പടരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഒരു പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്കയെന്ന് പറയും. ഓരോരുത്തരും എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഒരെണ്ണം നിപ്പുണ്ട്. ഇന്നാൾക്ക് നമ്മളൊന്ന് പറിച്ച് ഒടിച്ചെടുത്തായിരുന്നു. അവിടെ ഒരെണ്ണം നിപ്പുണ്ട്, ഇവിടെ നിപ്പുണ്ട് ഒരെണ്ണം. അത്യാവശ്യത്തിന് നമുക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് നമുക്ക് പൈസ കൊടുത്തൊന്നും മേടിക്കണ്ട. കാണാതിരിക്കുമല്ലോ, വേണ്ട ഒരെണ്ണം നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. ഈ മഞ്ഞക്കൂവയെന്ന് പറയുന്ന സാധനം കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നട്ട്. ഒരു പ്രാവശ്യം കസ്തൂരി മഞ്ഞളാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് നട്ട് പിന്നെ എന്തോ ചെയ്താലും പോകത്തില്ല. പിന്നെ പടന്നങ്ങ് കിളിക്കും. മറ്റ് സാധനത്തിനേക്കാളും ആർത്താ ഇത് കിളിച്ച് വരുന്നത്. പിന്നെ ഈ ഇഞ്ചി ഉണ്ടല്ലോ, ഈ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം താമസിച്ച നമ്മൾ വിറ്റിട്ട് വന്നെന്ന് പറഞ്ഞ വസ്തുവില്ലേ സ്ഥലം, അവിടുന്ന് നമ്മൾ അന്ന് കൊണ്ടുവന്ന് നട്ടതായിരുന്നു. ഇത് നമ്മുടെ ഈ ഒരു ഇത്രയുടെ മുഴുവൻ കാണാമല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആട്ടുംകൂടൊക്കെയാണ് അവിടെ ഉള്ളത്. കണ്ടോ, അത് നമ്മുടെ ആട്ടുംകൂടുമെല്ലാം. ഇവിടെ മുതൽ ഇങ്ങോട്ട് ആ ഇഞ്ചി നട്ടേക്കുന്നതിൻ്റെ അപ്പുറം മുതൽ ഇങ്ങോട്ട് ഇവിടെ വരെ 5-6 തറയായിട്ട് എടുത്തിട്ട് അച്ചാച്ചൻ ഇഞ്ചി നടാനുള്ള തറ നമ്മൾ എടുക്കുമല്ലോ, 5-6 തറയായിട്ട് എടുത്തിട്ട് അവിടെ മൊത്തവും നമുക്ക് ഇഞ്ചി ആയിരുന്നു. ഇത്രേ ഭാഗം അന്ന് നമുക്ക് ഈ ജാതിയൊന്നും വന്നില്ല, ജാതിമരം ഒന്നും വന്നില്ല. പിന്നെ ഈ ജാതിമരം ഇത് ചെറുതായിട്ട് ഇവിടെ ജാതിക്ക ഉള്ളത് കൊണ്ട് അതിൻ്റെ കുരുവെങ്ങാണ്ട് ഇവിടെങ്ങാണ്ട് കൊണ്ടിടുവെങ്ങാണ്ട് ചെയ്ത് അവിടെ കിടന്നതങ്ങ് കിളിച്ചതാണ്. നമ്മൾ തൂത്തുവാരി എങ്ങാണ്ട് കളഞ്ഞപ്പോഴെങ്ങാണ്ട് വീണിട്ടങ്ങ് കിളിച്ചതായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇപ്പം നമുക്ക് മറ്റേ ഇഞ്ചി ഈ ഇഞ്ചി കണ്ടോ, ഇത് നമ്മളല്ലാതെ മേടിച്ച് കൊണ്ടുവരുവോ, നമുക്ക് പച്ചക്കറി കടയിൽ നിന്നെങ്ങാണ്ടോ മേടിച്ചുകൊണ്ട് വരുവോ എങ്ങാണ്ട് ചെയ്ത ഇഞ്ചി എടുത്ത് നട്ടതായത്. മറ്റേ നമ്മൾ വിപണിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും കിളിച്ചില്ല. അത് ഞങ്ങളെ അജുമോനായിരുന്നു പോയത്, അവനെ പറ്റിച്ചതായിരുന്നു. ഈ മറ്റേ സൈസ് ഇഞ്ചി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് മൊത്തം കൂരൻ കയറിയിട്ട് വെള്ള കളറിലൊരു സാധനം ഉണ്ടല്ലോ, നമ്മളത് കൂരൻ എന്ന് പറയും ഇവിടെ. അത് കൂരൻ കയറിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അജുമോൻ അതെല്ലാം ചാണകപ്പാലിനകത്തൊക്കെ മുക്കിയൊക്കെ വെച്ച് ഉണക്കുകയെല്ലാം ചെയ്ത് എല്ലാം അഴുകി പന്നൽ പോയി. ഒന്നും അതിൽ നിന്നും കിട്ടിയില്ല. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. നമ്മുടെ സാധാരണ നല്ല നാടൻ ഇഞ്ചി പണ്ട് മുതൽ നമുക്കിവിടെ ഉള്ളത്. അവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇത് കിളച്ചെടുത്തില്ല. ഞാനിതിന് ഒരു പ്രാവശ്യം ബീഫ് കറി എങ്ങാണ്ട് വെക്കാൻ നേരത്തെ ഇവിടെ ഇത് നിന്നതൊന്ന് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞ് വന്നപ്പം പറ്റിയില്ല, എനിക്ക് പറിക്കാൻ പറ്റിയില്ല, കിളച്ചെടുക്കാൻ പറ്റിയില്ല. ഉണങ്ങി നിൽക്കുമായതുകൊണ്ട് അറിയത്തില്ലായിരുന്നു ഇവിടെ മൂടെന്ന്. അതുകൊണ്ട് പിന്നെ അത് കിളിച്ച് വന്ന് അതങ്ങനെ തന്നെ നിന്നത്. കിളച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, അജുമോനും പറഞ്ഞു അവിടെ തന്നെ നിൽക്കട്ടെന്ന്. പിന്നെ അതേ തൊട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം കിളച്ചെടുക്കുക. അപ്പോൾ ഇത് കൈതയുടെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നത് കൊണ്ടും കൂടെ അവിടെ നിന്ന് പാടാം. പക്ഷേ അത് നമ്മൾ കിളച്ചെടുത്ത് ഒരു തറയായിട്ട് നടുവായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം 2-3 പ്രാവശ്യം കൊണ്ട് നമുക്കതിനെ വീണ്ടും നമ്മുടെ പഴയ വിത്തനമാണല്ലോ, അതിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണേ.
താങ്ക് യു.